ഓക്കെ, ഞാൻ തിരിച്ചു വരാം. റഫീഖ്, ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നമായി ഇപ്പോൾ കോൺഗ്രസിന്റെ വേർഷൻ. ഇനി ഇതിൽ വളരെ ആധികാരികമായിട്ടാണ് ഗോവിന്ദ പറയുന്നത്. ഗോവിന്ദാദിനെ ഒരു ഘട്ടം വരെ വിശ്വസിക്കേണ്ടതില്ല. കാരണം അദ്ദേഹം പറയുന്നതനുസരിച്ച് പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിന് വ്യക്തമല്ല. ഉണ്ടെങ്കിൽ അത് പാർട്ടി തീർക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. കൈയൊഴിയുകയല്ല. ഈ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് സ്വകാര്യ മെഡിക്കൽ ആവശ്യമുള്ളത് കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയതുമാണ്. റഫീഖ്, ആ ഘട്ടത്തിൽ ഇത് ആത്മഹത്യക്കുറിപ്പായി നിലനിൽക്കുമോ? IC ബാലകൃഷ്ണനെതിരെയും ഈ ഗോപിനാഥിനെതിരെയും അതേപോലെ ND അപ്പച്ചനെതിരെയുമുള്ള ഈ ആത്മഹത്യാക്കുറിപ്പ് എന്ന പേരിൽ പ്രചരിക്കുന്ന കത്തിലെ വാചകങ്ങൾ നിയമക്കുരുക്കാകുമോ? ഒരിക്കലുമില്ല. ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് നേതൃത്വത്തിന് കൊടുക്കാൻ വേണ്ടി മകനെ ഏൽപ്പിച്ച കത്താണല്ലോ. ആ കത്തിൽ തന്നെ, ഈ കോൺഗ്രസ് നേതൃത്വത്തിന് കൊടുത്ത കത്തിൽ തന്നെ അതിൻ്റെ താഴെ കൃത്യമായി ആ കാര്യം പറയുന്നുണ്ട്. 10 ദിവസത്തിനകം പരിഹാരം ഉണ്ടായിട്ടില്ല എങ്കിൽ ഇങ്ങനെ മാധ്യമങ്ങൾക്കെല്ലാം കൈമാറുന്നു. അതിൽ പറയുന്നു. 1. 2, മകൻ എഴുതിയ കത്തിൽ ഇതെങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചും വളരെ കൃത്യമായി പറയുന്നു. പിന്നെ കോൺഗ്രസ് നേതാക്കന്മാർ എങ്ങനെയും ഇതിനെ ന്യായീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണല്ലോ KPCCയുടെ പ്രസിഡന്റ് തന്നെ അന്തവും കുന്തവും ഇല്ലാത്തവർ എന്നിവരെ ആക്ഷേപിക്കുന്നു, ഭീഷണിപ്പെടുത്തു എന്ന രൂപത്തിൽ VD സതീശൻ ആ രൂപത്തിൽ പറയുന്നു. ഇവിടെ ഈ കത്തുകളെല്ലാം പുറത്തു വരുമ്പോൾ വ്യാജരേഖയാണ് എന്ന് IC ബാലകൃഷ്ണൻ തന്നെ പറയുന്നു. നിങ്ങൾ നോക്കൂ, IC ബാലകൃഷ്ണൻ NM വിജയേട്ടൻ മരിച്ചു കിടന്ന ദിവസം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇത് വ്യാജരേഖയാണ് എന്നാണ്. അദ്ദേഹം SP കൊടുത്ത പരാതിയിൽ പറയുന്നത് വ്യാജരേഖ സംബന്ധിച്ച് പരിശോധിക്കണം എന്നാണ്, അല്ലാതെ ഇത് സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കണമെന്നല്ല. അപ്പോൾ ആ നിലയിൽ കൃത്യമായി ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുമ്പോഴും ഇത് ഞാൻ അതാണ് ഏറ്റവും കൃത്യമായി പറയുന്നത്. ഇത് എഴുതിയത് ആരാണ്? CPMൻ്റെ ഏതെങ്കിലും പ്രവർത്തകനാണോ? അല്ലെങ്കിൽ വേറെ കോൺഗ്രസിൻ്റെ എതിരെയുള്ള ഏതെങ്കിലും ആളാണോ എഴുതിയിട്ട്? ഇത് NM വിജയൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സമുന്നത നേതാവാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ വളരെ കൃത്യമായ ആ കാര്യത്തിൽ പറഞ്ഞു. ഇവിടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് വന്ന വിഷയം, ഇവിടെ കോൺഗ്രസിൻ്റെ ഭാഗമായി സംസാരിച്ച ശ്രീമാൻ KK ഗോപിനാഥ് പറഞ്ഞൊരു കാര്യമുണ്ട്. 15 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു. എന്തിനാണ് വാങ്ങിയത്? അഴിമതി നടത്താൻ വേണ്ടി വാങ്ങിയ പണമല്ലേ? അപ്പോൾ അഴിമതി നടന്നു എന്ന് അവർ സമ്മതിക്കുകയാണല്ലോ. പിന്നെ ഇവിടെ രാജശേഖരൻ്റെ പേര് പറഞ്ഞു. ആ രാജശേഖരൻ CPM ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയാണോ? അയാൾ കോൺഗ്രസ് ആണോ? അയാളെ മകന് ജോലി കൊടുക്കാത്തത് രാജശേഖരനാണെന്ന് ഇവർ പറയുമ്പോൾ അദ്ദേഹം ഏത് പാർട്ടിയാണ്? അദ്ദേഹം കോൺഗ്രസ് അല്ലേ? ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടല്ലേ അദ്ദേഹം ഉള്ളത്? അപ്പം ഏത് കാരണമായാലും ഈ രൂപത്തിലേക്ക് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ അങ്ങേയറ്റത്തെ പ്രതിസന്ധി പ്രയാസങ്ങൾ സൃഷ്ടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് NM വിജയേട്ടൻ ആത്മഹത്യം ചെയ്തത് എന്ന് പകൽ പോലെ വ്യക്തമാണ്. ഈ കത്തെല്ലാം വളരെ വ്യക്തമായി തന്നെയാണ് ആ കാര്യങ്ങളിൽ അത് പറയുന്നത്. അതുകൊണ്ട് ഇത് കൃത്യമായ തെളിവായി തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇവിടെ കോൺഗ്രസ് നേതൃത്വം ഇതിനെ ഇനിയും ന്യായീകരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട്? ഞാൻ അത് ആദ്യം ചോദിച്ചത്, എന്തുകൊണ്ടാണ് KPCCയുടെ അധ്യക്ഷൻ ഇത്രയും പ്രധാനപ്പെട്ട നേതാവ് മരണപ്പെട്ടിട്ട് ഇത്ര ദിവസമായിട്ടും ആ വീട്ടിലേക്ക് കടന്നു ചെല്ലാത്തത്? VD സതീശൻ എന്തുകൊണ്ടാണ്? പ്രിയങ്ക ഗാന്ധി മണ്ഡലമാണല്ലോ. ഒറ്റ മിനിറ്റ് ശ്രീ അരുൺ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ശ്രീ പ്രിയങ്ക വാദ്ര ഈ ഇതുമായി ബന്ധപ്പെട്ട് അനുശോചന കുറിപ്പെങ്കിലും ഇറക്കാൻ തയ്യാറായോ? ഇത്ര ദിവസമായിട്ടും ഇതെല്ലാം പുറത്തു വന്നിട്ടും ഇപ്പോഴും കുടുംബത്തെ ആക്ഷേപിക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് IC ബാലകൃഷ്ണനെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണത്തിന് ഇവർ തയ്യാറാവാത്തത്? DCC എന്ത് അർഹതയാണ്? Debate with Dr. Arun Kumar.